Hi dear students, welcome back to Sapphire Future Academy Board Booster Series. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആയിരുന്നു മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഹൗസ് ഹോൾഡ് പർപ്പസ് പറഞ്ഞു, ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നമ്മൾ എന്തിനു യൂസ് ചെയ്യുവാണ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യും. അതാണ് നമ്മുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന പോർഷൻസ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയും. എന്താ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, സീവേജ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ആണ് അല്ലെ. നമ്മുടെ ഫ്ലാറ്റുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഈ സീവേജ് എല്ലാം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ഒക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഫാക്ടറീസിലും അല്ലെങ്കിൽ എല്ലാ ഫ്ലാറ്റുകളിലും എന്ത് വേണം, ശരിക്കും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് വേണം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിലെന്താണ് മൈക്രോബ്സിന്റെ റോള് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ സീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, വേസ്റ്റ് വാട്ടർ ആണ് അല്ലെങ്കിൽ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ. അതിനെയാണ് നമ്മൾ സീവേജ് ദാറ്റ് മീൻസ് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ. വേസ്റ്റ് വാട്ടർ ആണ് മെയിൻ ആയിട്ട് എന്താ ഉള്ളത്, കണ്ടെയ്നിങ് ഓർഗാനിക് മാറ്റേഴ്സ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, സീവേജ് എന്ന് വെച്ചാൽ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ വിച്ച് മെയിൻലി കൺസിസ്റ്റ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ സീവേജ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫാക്ടറീസിൽ നിന്ന്, ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ വരുന്ന ഈ വേസ്റ്റ് വാട്ടർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റിനെ പറയുന്ന പേരാണ് STPs എന്ന് പറയും. STPs എന്ന് പറഞ്ഞാൽ എന്താണ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ STPs. അപ്പൊ STPs എന്ന് പറഞ്ഞാൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ആണ് നമ്മൾ STPs എന്ന് പറയും, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അപ്പൊ ഇതിൽ നമുക്ക് ഈ വേസ്റ്റ് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വർക്കിംഗിൽ രണ്ട് മെക്കാനിസം ഉള്ളത്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയും, പ്രൈമറി ട്രീറ്റ്മെന്റ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റ് ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ആയിട്ട് ഇത് ഫിസിക്കൽ മെത്തേഡ് ആണ്. ഫിസിക്കൽ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫിസിക്കൽ മെത്തേഡ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്താണ്, ബയോളജിക്കൽ മെത്തേഡ് ആണ്. പ്രൈമറി ട്രീറ്റ്മെന്റ് ഫിസിക്കൽ മെത്തേഡും സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്താണ്, ബയോളജിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മൈക്രോബ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അവിടെ. നമ്മൾ ഫിസിക്കൽ മെത്തേഡ് വെച്ച് നമ്മുടെ ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ വഴി എന്ത് ചെയ്യാണ്, ലാർജ് സൈസുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ എന്താണ്, ആദ്യം നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് നോക്കാം. അപ്പൊ പ്രൈമറി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ വേസ്റ്റിനെ അല്ലെങ്കിൽ സീവേജിൽ നമ്മൾ എന്താണ്, രണ്ട് പ്രോസസ്സാണ് അവിടെ നടത്തുന്നത്. സീവേജിൽ രണ്ട് പ്രോസസ്സാണ് നടത്തുന്നത്. ഏതൊക്കെയാണ്, നമുക്ക് ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെഡിമെന്റേഷൻ. രണ്ട് പ്രോസസ്സാണ്. ഏതൊക്കെയാണ്, ഫിൽട്രേഷനും സെഡിമെന്റേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ അരിക്കുക അല്ലെ, ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പൊ ഈ വേസ്റ്റ് നമ്മൾ കുറെ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വാട്ടറിൽ ഇഷ്ടം പോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്തെടുക്കുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇങ്ങനെ ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഈ വേസ്റ്റ് വാട്ടറിന് ഇതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ എന്താ ഉണ്ടാവുക, ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ നേരെ എന്ത് ചെയ്യുവാണ്, അടുത്ത ടാങ്കിലേക്ക് പാസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യം ഫിൽട്രേഷൻ, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാം. റിമൂവൽ ഓഫ് ലാർജ് സൈസ് പാർട്ടിക്കിൾ. ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാണ് നമ്മൾ ഫിൽട്രേഷൻ. ദെൻ സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അതിന് ജസ്റ്റ് ഒന്ന് അനക്കാതെ വെക്കുക. അനക്കാതെ വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് കലങ്ങിയിരിക്കുന്ന വെള്ളമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത്
മുകളിൽ നമ്മൾ നല്ല തെളിഞ്ഞു കിടക്കും, സൂപ്പർനേറ്റന്റ് എന്ന് പറയും, താഴെ കുറച്ച് പ്രസിപ്പിറ്റേറ്റ് പോലെ കിടക്കും അല്ലെ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യുവാണ്, allow to settle അല്ലെങ്കിൽ allow to sediment. ഇതാണ് നമ്മുടെ രണ്ട് പ്രോസസ്, ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. അപ്പൊ ആദ്യം നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തു, നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, ഇതിനെ സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പാസ് ചെയ്തു. സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് അനക്കാതെ വെക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, ഇവിടെ വേസ്റ്റ് ഒക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇന്ന് ആഫ്റ്റർ പ്രൈമറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആഫ്റ്റർ സെഡിമെന്റേഷൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്താണ്, വൺ ഈസ് കോൾഡ് എഫ്ലുവന്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി എഫ്ലുവന്റ് എന്ന് പറയും. കാരണം എന്താ, അത് പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ പ്രൈമറി എഫ്ലുവന്റ്. പ്രൈമറി എഫ്ലുവന്റ് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളത്തിന് തെളിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതാണ് സൂപ്പർ എന്നേറ്റന്റ് എന്ന് പറയും, സൂപ്പർനേറ്റന്റും. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, തന്നെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയും പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും, പ്രൈമറി സ്ലഡ്ജ്. അപ്പൊ നമുക്ക് ആഫ്റ്റർ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ രണ്ട് കാര്യങ്ങളെ കിട്ടും. എന്തൊക്കെ കിട്ടും, പ്രൈമറി സ്ലഡ്ജും കിട്ടും, എഫ്ലുവന്റും കിട്ടും. അപ്പൊ ഈ പ്രൈമറി സ്ലഡ്ജിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം എന്തായിരിക്കും, ഈ ലാർജ് സൈസിൽ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ ആയിരിക്കും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ പ്രൈമറി സ്ലഡ്ജിനെ നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് ഫില്ലിങ്ങിനോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിലേക്കോ കൊടുക്കാം. പ്രൈമറി സ്ലഡ്ജിന്. ദെൻ നെക്സ്റ്റ് ഈ പ്രൈമറി എഫ്ലുവന്റിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമുക്കിനി ആവശ്യം ഇവരെ മാത്രമേ, ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താണ്, സീവേജ് ട്രീറ്റ്മെന്റിൽ രണ്ട് സ്റ്റെപ്പാണ്. ഏതൊക്കെയായിരുന്നു, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റിന് എന്ത് പറയാം, ഫിൽട്രേഷൻ എന്ന് പറയും, ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ എന്ന് പറയും. സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്താണ്, ബയോളജിക്കൽ പ്രോസസ്സാണ്. അവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, മൈക്രോബ്സിന്റെ യൂസ് വരിക. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഫിൽട്രേഷനും സെഡിമെന്റേഷൻ. ഫിൽട്രേഷൻ എന്ത് ചെയ്തു, ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു, അതിനെ അലൗ ടു സെഡിമെന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ചനക്കാതെ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാ കിട്ടി, പ്രൈമറി എഫ്ലുവന്റും കിട്ടി, സ്ലഡ്ജും കിട്ടി. പ്രൈമറി എഫ്ലുവന്റിൽ നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടത്തണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റ് നോക്കിക്കേ, ആദ്യം എന്ത് ചെയ്യുവാണ്, നമ്മൾ ഇതിനെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയും. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി ബയോളജിക്കൽ പ്രോസസ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ബയോളജിക്കൽ പ്രോസസ് ആണ്. അവിടെ എന്താ ഉണ്ടാവുക, മൈക്രോബ്സ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ബയോളജിക്കൽ പ്രോസസ് ആയതുകൊണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് മൈക്രോബ്സ് ഉണ്ട്. എയ്റോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, എനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. എയ്റോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്, live in the presence of oxygen ആണ്, മറ്റേതാണെങ്കിൽ എന്താണ്, in the absence of oxygen. ഈ രണ്ട് മൈക്രോബ്സ് അല്ലെങ്കിൽ രണ്ട് ബാക്ടീരിയാസും എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ എഫ്ലുവന്റിന്, അതായത് നമ്മുടെ പ്രൈമറി എഫ്ലുവന്റ് എപ്പോഴാണ് ഫോം ചെയ്ത്, നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പ്രൈമറി എഫ്ലുവന്റ്. ഈ പ്രൈമറി എഫ്ലുവന്റ് നേരെ എവിടേക്ക് പാസ് ചെയ്യുവാണ്, ഒരു ടാങ്കിലേക്ക് പാസ് ചെയ്യുവാണ്, ഒരു ടാങ്കിലേക്ക്. ഈ ടാങ്കിനെ പറയുന്ന പേരാണ് എയറേഷൻ ടാങ്ക് എന്ന് പറയും. എന്താ പറയുന്നത്, ഇതിനെ എയറേഷൻ ടാങ്ക് എന്ന് പറയും. അപ്പൊ എയറേഷൻ ടാങ്കിലേക്ക് പാസ് ചെയ്തു, ഇതാണ് നമ്മുടെ എയറേഷൻ ടാങ്ക്. അപ്പൊ എയറേഷൻ ടാങ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഫുൾ എയറേഷൻ വെച്ചാൽ എയർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതായത് ഈ എയറേഷൻ ടാങ്കിൽ കണ്ടോ, ഈ സെന്ററിൽ ഒരു നോബ് പോലെ ഉണ്ട്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അജിറ്റേഷൻ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങും. അപ്പൊ എന്താ പ്രത്യേകത, ഇവിടേക്ക് ഫുള്ള് ഓക്സിജന്റെ സപ്ലൈ കിട്ടും. അപ്പൊ ഓൾറെഡി ഈ പ്രൈമറി എഫ്ലുവന്റിൽ എന്തുണ്ടാവും, മൈക്രോബ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഈ എയറോബിക് ടാങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ എയറേഷൻ കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിലുള്ള ബാക്ടീരിയാസും അതുപോലെ ഫംഗസും ഒക്കെ എന്ത് ചെയ്യും, മാക്സിമം മൾട്ടിപ്ലൈ ചെയ്യും.
കാരണം എന്താ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഓക്സിജൻ കൊടുക്കുക. ഈ എഫ്ലുവന്റിൽ എന്തുണ്ടാവും? അതിനുള്ള വേസ്റ്റ്. അതിന്റെ ഫുഡാണ് ഈ പറയുന്ന നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം എന്താ? വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ അവർക്കുള്ള ഫുഡും കിട്ടി, പിന്നെ എന്തും കിട്ടി? മൾട്ടിപ്ലിക്കേഷനുള്ള ഓക്സിജൻ കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? ഈ ബാക്ടീരിയ ഫംഗസ് ഒക്കെ മാക്സിമം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുവാണ്? ഇവരുടെ ഒരു ഗ്രൂപ്പ്, ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുവാണ്. ഈ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയും. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആരൊക്കെയാണ്? ബാക്ടീരിയയും ഫംഗസും. ബാക്ടീരിയയും ഫംഗസിന്റെ ഒരു ഗ്രൂപ്പ്. അപ്പൊ ഫംഗസ് ശരിക്കും എന്താണ്? ഇങ്ങനെ നല്ല ത്രെഡ് പോലുള്ള സ്ട്രക്ചറാണ്. ഇതിന്റെ ഉള്ളിൽ ആര് വരും? ബാക്ടീരിയാസും കൂടി റിസൈഡ് ചെയ്തിട്ട് അവരൊരു ഗ്രൂപ്പായിട്ട് മാറും. ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് നമ്മൾ ഫ്ലോക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ബാക്ടീരിയ അലോങ് വിത്ത് ഫംഗസ്. അപ്പൊ എന്ത് ചെയ്തു? ഈ ഫ്ലോക്ക് ഫോം ചെയ്തു. എവിടെയാണ് ഫോം ചെയ്യണത്? ഈ എയറേഷൻ ടാങ്കിൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എയിം എന്താണ്? ഈ എയറേഷൻ ടാങ്കിൽ മാക്സിമം എന്ത് ചെയ്യാണ്? മൈക്രോബ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. എന്തിനായിരിക്കും നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്? ഇവരുടെ ഫുഡാണ് ഈ വേസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് ഈ ഓക്സിജന്റെ പ്രസൻസിൽ ഈ ഫുള്ള് വേസ്റ്റിനെ അവര് കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. കാരണം അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മാക്സിമം ഇവര് അത് കൺസ്യൂം ചെയ്ത് ഇവരുടെ നമ്പർ മാക്സിമം ആയി. മാക്സിമം ആവുമ്പോൾ എന്താ പ്രത്യേകത? അതിനനുസരിച്ച് ഇവിടെ വേസ്റ്റ് കുറയും അല്ലെ? കാരണം എന്താ? ഈ വേസ്റ്റ് ആണ് ആര് യൂസ് ചെയ്തത്? മൈക്രോബ്സ് യൂസ് ചെയ്തേ അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഓൾറെഡി ഈ വേസ്റ്റിന്റെ എമൗണ്ട്, ഓർഗാനിക് മാറ്റേഴ്സിന്റെ എമൗണ്ട് കുറയും. അതായത് ഇവിടെ എന്ത് കുറഞ്ഞു എന്നർത്ഥം? പൊല്യൂഷൻ, ആ വാട്ടറിലുള്ള പൊല്യൂട്ടൻസിന്റെ പ്രസൻസ് കുറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വേറൊരു സെൻസിൽ പറയുവാണെങ്കിൽ BOD ഡിക്രീസ് ചെയ്തു എന്ന് പറയും. ഇനി എന്താണ് BOD എന്ന് പറഞ്ഞാല്? BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. എന്താ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ഈ വേർഡ് കേട്ടാൽ അറിഞ്ഞൂടെ? ഓക്സിജൻ ഡിമാൻഡ് ചെയ്യും. ആര് ഡിമാൻഡ് ചെയ്യും? ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മൈക്രോബ്സ് എന്ത് ചെയ്യുവാണ്? ഇനിയും ഓക്സിജൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യും. എന്തിനാ ഡിമാൻഡ് ചെയ്യുന്നത്? ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പൊല്യൂട്ടൻസിന്റെ അർത്ഥം വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് ആണ്. ഈ ഓർഗാനിക് മാറ്റേഴ്സിന്റെ നമ്പർ കൂടുമ്പോൾ എന്ത് കൂടും? BOD കൂടും. BOD എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് by microorganism for the breakdown or the oxidation of organic matter. ഈ ഓർഗാനിക് മാറ്റേഴ്സിനെ ഡികമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് എസെൻഷ്യൽ ആയിട്ടുള്ള ഓക്സിജൻ ആണ് എന്ത് പറയുന്നത്? BOD. അപ്പൊ നോക്കിക്കേ, പൊല്യൂഷൻ കൂടുന്തോറും അവരെന്താണ്? ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് റിലേഷൻ ആണ് ആരൊക്കെ തമ്മിൽ? പൊല്യൂട്ടൻസും BODയും. പൊല്യൂട്ടൻസ് കൂടുമ്പോൾ എന്തും കൂടും? BOD കൂടും. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഈ ഫ്ലോക്ക് ഫോം ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ബാക്ടീരിയയുടെയും ഫംഗസിന്റെ നമ്പർ ഭയങ്കരമായിട്ട് കൂടി അല്ലെ? അങ്ങനെ മാക്സിമം നമ്പർ വന്നു കഴിഞ്ഞപ്പോ എന്താണ്? ഇവര് ഈ പൊല്യൂട്ടൻസിനെയൊക്കെ ഫുൾ എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. കൺസ്യൂം ചെയ്തപ്പോ എന്ത് കുറഞ്ഞു? അവിടെ പൊല്യൂട്ടൻസ് കുറഞ്ഞു. പൊല്യൂട്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവര് ഡിമാൻഡ് ചെയ്യുന്ന ഓക്സിജൻ കുറയില്ലേ? കാരണം എന്താ? പിന്നെ അവിടെ പൊല്യൂട്ടൻസ് ഇല്ല, ഓർഗാനിക് മാറ്റേഴ്സ് ഇല്ല. അപ്പൊ അവർക്ക് എന്ത് വേണ്ട? പിന്നെയും ഓക്സിജന്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ BOD നേരെ ഡിക്രീസ് ചെയ്തു. ഇത്രയും പ്രോസസ് എവിടെയാണ് നടക്കുന്നത്? എയറേഷൻ ടാങ്കിൽ. അപ്പൊ നമ്മുടെ ഈ BOD നോക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. വോളിമെട്രിക് അനാലിസിസ് ടൈട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ BODയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ BOD ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ പൊല്യൂട്ടൻസിന്റെ നമ്പർ കുറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനപ്പൊ നമ്മൾ ഇത്രയും പ്രോസസ് എവിടെ നടന്നു? എയറേഷൻ ടാങ്കിൽ നടന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഇതിനെ നേരെ അടുത്തൊരു ടാങ്കിലേക്ക്. ഫസ്റ്റ് ടാങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏത് ടാങ്ക് ആയിരുന്നു? നമ്മുടെ എയറേഷൻ ടാങ്ക് ആണ് ഫസ്റ്റ് ടാങ്ക്. അവിടെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളൊരു സെക്കൻഡ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ സെക്കൻഡ് ടാങ്കിന്റെ പേരാണ് സെറ്റ്ലിംഗ് ടാങ്ക് എന്ന് പറയും. സെറ്റ്ലിംഗ് ടാങ്ക്. എന്തായിരിക്കും സെറ്റ്ലിംഗ് ടാങ്ക്? നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റിൽ പറഞ്ഞ ആ സെയിം പരിപാടി തന്നെ സെഡിമെന്റേഷൻ ടാങ്ക് തന്നെ. അനക്കാതെ വെക്കുക. അവിടെ അനക്കാതെ വെക്കുമ്പോൾ എന്താ പ്രത്യേകത? ഇതില് ഉള്ള ഈ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതിന് കുറച്ച് സാധനങ്ങൾ, കുറച്ച് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ എന്ത് ചെയ്യും? താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? മുകളിൽ നിൽക്കും. അപ്പൊ നമുക്ക് ഈ സെറ്റിലിംഗ് ടാങ്കിൽ നമ്മൾ നേരത്തെ പ്രൈമറി ട്രീറ്റ്മെന്റ് പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാ കിട്ടുന്നത്? ഒരെണ്ണം നമുക്ക് എഫ്ലുവന്റ് കിട്ടും. എഫ്ലുവന്റ് എന്താ? എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ
സൂപ്പർനേറ്റന്റ്, വെള്ളത്തിന് പൊന്തി നിൽക്കുന്ന തെളിഞ്ഞു നിൽക്കുന്ന ഭാഗം കിട്ടും, എഫ്ലുവന്റ്. അപ്പൊ നമുക്ക് ഈ എഫ്ലുവന്റ് നമ്മൾ എന്താ പറഞ്ഞത്, പ്രൈമറി എഫ്ലുവന്റ് ആണ്. ഇതെന്താണ്, സെക്കൻഡറി എഫ്ലുവന്റ് ആണ്. ഈ എഫ്ലുവന്റ് ഇവിടെ എന്താണ്, പ്യുവർ ആണ്. കാരണം എന്താ, വേസ്റ്റിനെയൊക്കെ ഡീകമ്പോസ് ചെയ്തു. ആര് ഡീകമ്പോസ് ചെയ്തു, ഈ ബാക്ടീരിയയും ഫംഗസും കൂടി ഡീകമ്പോസ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, അതിനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടാവുക, ഈ വേസ്റ്റ് മെറ്റീരിയൽസ്, ഇനി ബാക്കി വരുന്ന ഈ ഫ്ലോക്കും ഇനി എന്തെങ്കിലും ഡീകമ്പോസ് ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ എല്ലാവരും താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. മേളിൽ വരുന്നത് എന്താണ്, സൂപ്പർനേറ്റന്റ് ആണ്, നല്ല തെളിഞ്ഞിരിക്കുന്നതാണ്. അവിടെ എന്തായിരിക്കും, അതിനെ നമ്മൾ എഫ്ലുവന്റ് എന്ന് പറയും. ഈ എഫ്ലുവന്റ് പിന്നെ എന്താണ്, പ്യുവർ ആണ്. നേരെ എവിടേക്ക് കൊടുക്കാം, വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്യാം. ഇതിന് നേരെ എവിടേക്ക് റിലീസ് ചെയ്യണം, വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്തു. പിന്നെ ബാക്കി അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലഡ്ജ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയും. ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഇതിനെന്ത് ചെയ്യണം, അടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കണം. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണ്, ഇതിലെന്താ ഉണ്ടാവുക, ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് മെയിൻ ഉണ്ടാവുക. ആരാണ്, നമ്മുടെ ഫ്ലോക്ക് ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും ഡീകമ്പോസ് ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ടാവും. ഇവരെ നേരെ എന്ത് ചെയ്യും, അടുത്ത ടാങ്കിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് ടാങ്കിനെ പറയുന്ന പേരാണ് എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ. എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ, എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ഇതിനെ പാസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ നടക്കുക, എനൈറോബിക്, ഈ വേർഡ് കേട്ടോ, കണ്ടോ, എനൈറോബിക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം, അവിടെ എന്തില്ല, ഓക്സിജൻ ഇല്ല. അപ്പോൾ ഈ എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ ഓക്സിജൻ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ എനൈറോബിക് ആയിട്ടുള്ള ആരുണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ട്, പ്രധാനമായിട്ട് നമ്മുടെ മെഥനോജൻസ് ഒക്കെ. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഈ നമ്മുടെ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ ആരാ ഉള്ളത്, ഈ ഫ്ലോക്ക് ഉണ്ട്. ഒപ്പം തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ ആരൊക്കെ ഉണ്ടാവുക, ഫ്ലോക്ക് ഉണ്ടാവും. ഒപ്പം തന്നെ എന്താണ്, ഏതെങ്കിലും ഡൈജസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഓർഗാനിക് മാറ്റേഴ്സും ഇവിടെ വരും, അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസും വരും. ഇവരാണ് മെയിൻ ആയിട്ട് എന്തുണ്ടാവും, അവിടെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇതിന് നമ്മൾ എന്താണ്, നേരെ എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, എനൈറോബിക് ബാക്ടീരിയാസ് ഉണ്ട്. ഈ എനൈറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യും, ഇതിനെല്ലാത്തിനെയും കൂടി അങ്ങ് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് എന്ത് റിലീസ് ചെയ്യും, മീഥേൻ ഗ്യാസ് റിലീസ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയാസ് ആണ്, എനൈറോബിക് ബാക്ടീരിയാസ് ആയിട്ടുള്ള മെഥനോജൻസ് ആണ്. അപ്പൊ മെഥനോജൻസ് എന്ത് ചെയ്യും, ഇതിനെ നമ്മുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ അതുപോലെ ഫ്ലോക്കിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. എല്ലാത്തിനെയും കില്ല് ചെയ്തിട്ട് എന്ത് റിലീസ് ചെയ്യും, മീഥേൻ ഗ്യാസ് റിലീസ് ചെയ്യും. ഇത് നമുക്ക് എന്തിനായിട്ട് യൂസ് ചെയ്യാം, കുക്കിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഇത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ രണ്ട് ട്രീറ്റ്മെന്റ്, നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റും പറഞ്ഞു, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ പ്രൈമറി ട്രീറ്റ്മെന്റിൽ എന്താ നടന്നേ, രണ്ട് പ്രോസസ്സ് നടന്നുള്ളൂ. എന്തൊക്കെയായിരുന്നു, നമ്മുടെ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. നെക്സ്റ്റ് എന്ത് കിട്ടി, അതിൽ പ്രൈമറി സ്ലഡ്ജും കിട്ടി, പ്രൈമറി എഫ്ലുവന്റും കിട്ടി. സ്ലഡ്ജിനെ നമുക്ക് ലാൻഡ് ഫില്ലിങ്, എന്തെങ്കിലും പിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൂടാൻ വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് അല്ലെങ്കിൽ നേരെ അതും കൊണ്ട് എന്ത് ചെയ്യാം, അനൈറോബിക് നമ്മുടെ ബയോഗ്യാസിൽ അല്ലെങ്കിൽ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് നേരെ കൊടുക്കാം, അല്ലെങ്കിൽ ലാൻഡ് ഫില്ലിങ്ങിന് യൂസ് ചെയ്യും. കാരണം എന്താ, ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. അതിന് കിട്ടുന്ന പ്രൈമറി എഫ്ലുവന്റിലാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്യുവർലി ബയോളജിക്കലാണ്. ഇവിടെയൊക്കെ ഏത് ഓർഗാനിസംസാ വരിക, എയ്റോബിക് ഓർഗാനിസംസും. ലാസ്റ്റ് വരുമ്പോൾ എന്ത് വന്നു, അവിടെ അനൈറോബിക് മൈക്രോബ്സ് വന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, 3 ടാങ്കാണ്, എയറേഷൻ ടാങ്ക്, സെറ്റിലിംഗ് ടാങ്ക്, ദെൻ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റ്. ഇങ്ങനെയാണ് ഈ 3 ഇതിലാണ് നമുക്ക് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അതിനെ നമുക്ക് ഒന്നും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി നോക്കുക. നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, സെക്കൻഡറി മാത്രം. പ്രൈമറി ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് കിട്ടി, പ്രൈമറി എഫ്ലുവന്റ് അല്ലെ. ഓൾറെഡി എന്താണ്, സെഡിമെന്റ്സ് നമ്മൾ ലാൻഡ് ഫില്ലിങ്ങിന് യൂസ് ചെയ്തു. ഈ പ്രൈമറി എഫ്ലുവന്റിലാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. അപ്പൊ സെക്കൻഡറി ട്രീറ്റ്മെന്റ് നോക്കി, ആദ്യം എന്താണ്, ഫസ്റ്റ് ടാങ്ക്. ഏതാ ഫസ്റ്റ് ടാങ്ക്, എയറേഷൻ ടാങ്ക്. ഫസ്റ്റ് ടാങ്ക് ആണ് നമ്മൾ എയറേഷൻ ടാങ്ക്. ഈ എയറേഷൻ ടാങ്കിലേക്ക് കൊടുത്തു. ഇവിടെ നടക്കുന്ന പരിപാടികൾ എന്താണ്, അജിറ്റേഷൻ. അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പ്രോപ്പർ ആയിട്ട് അതിന്റെ മിക്സിങ്. നെക്സ്റ്റ് എന്ത് ചെയ്തു, അപ്പൊ ഇവിടെയുള്ള ബാക്ടീരിയാസ് ആരാണ്, എയ്റോബിക് ബാക്ടീരിയയും പിന്നെ ആരുണ്ടാവും, പ്ലസ് ഫംഗസും ഉണ്ടാവും
അല്ലെ, ഇവര് എന്ത് ചെയ്യും, ഒരു നെറ്റ് പോലെ അല്ലെങ്കിൽ ഒരു മെഷ് പോലെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോക്ക് എന്ന് പറയും. ഈ ഫ്ലോക്ക് എന്താ ചെയ്യണത്, അല്ലെങ്കിൽ ബാക്ടീരിയാസും ഫംഗസ് എല്ലാം കൂടി എന്ത് ചെയ്യും, ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഫുൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഓർഗാനിക് മാറ്റേഴ്സിനെ ഇതുപോലെ ഡീകമ്പോസ് ചെയ്യുന്ന അത് അവർക്കുള്ള ഫുഡാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, അതിനെ കൺസ്യൂം ചെയ്യും. കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കുറഞ്ഞു, നമ്മുടെ BOD കുറഞ്ഞു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈലി പൊല്യൂട്ടഡ് വാട്ടറിൽ എന്ത് കൂടും, BOD ഹൈ ആയിരിക്കും. BOD ഹൈ. അല്ലെങ്കിൽ പൊല്യൂഷൻ കൂടുന്തോറും എന്ത് കൂടും, BOD കൂടും. കാരണം എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴും കൂടും. നെക്സ്റ്റ് എന്ത് ചെയ്തു, BOD റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ എവിടേക്ക് പാസ് ചെയ്യണം, നമ്മുടെ സെക്കൻഡ് ടാങ്കിന്റെ പേരാണ് സെറ്റ്ലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്തു. സെറ്റ്ലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്ത് അതിനെ അലൗഡ് ടു സെഡിമെന്റ്. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഈ ഫ്ലോക്ക്, നമ്മുടെ ബാക്ടീരിയ, ഫംഗസ്, ഇനി ഏതെങ്കിലും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്, ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തു, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്തതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയും. എഫ്ലുവന്റ് എന്താണ്, ഇതിൽ കിട്ടുന്ന എഫ്ലുവന്റിനെ നമുക്ക് നേരെ എവിടേക്ക് കൊടുക്കാം, വാട്ടർ ബോഡിയിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഒരു വേസ്റ്റ് മെറ്റീരിയൽസും അതിലില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ നമ്മുടെ മൂന്നാമത്തെ ടാങ്ക് ഏതാണ്, എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് പാസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, അവിടെയുള്ള എനൈറോബിക് ബാക്ടീരിയ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഥനോജൻസ്. ടിപ്പിക്കൽ എക്സാമ്പിൾ മെഥനോജൻസ് ആണ്. മെഥനോജൻസ് എന്ത് ചെയ്യുവാണ്, ഇതിനെ ഡൈജസ്റ്റ് ചെയ്യും. മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് നമ്മുടെ കൗഡഗിലുള്ള ബാക്ടീരിയ. ഇത് നേരെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഏത് ഗ്യാസ് റിലീസ് ചെയ്തു, മീഥൈൻ ഗ്യാസ് റിലീസ് ചെയ്തു. ഈ മീഥൈൻ ഗ്യാസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബയോഗ്യാസ് എന്ന് പറയും. ഇതിനെയാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. എയറേഷൻ ടാങ്ക്, സെറ്റ്ലിംഗ് ടാങ്ക്, എനൈറോബിക്. ഇവിടെയൊക്കെ എന്താണ്, നമ്മുടെ എയറോബിക് ബാക്ടീരിയാസ് വരും. ഇവിടെ വരുമ്പോൾ നമുക്ക് എനൈറോബിക് ബാക്ടീരിയ വരും. ഇതാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പൊ നമ്മുടെ ഈ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയും. ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്ലാനാണ്, നമ്മുടെ ഗംഗ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതുപോലെ യമുന ആക്ഷൻ പ്ലാൻ എന്ന് പറയും, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, യമുനേനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവരുടെ റിവറിന്റെ ബാങ്കിലൊക്കെ എന്ത് ചെയ്തു, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ആണ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റിന്റെ എൻവിറോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗംഗ റിവറിനെയും യമുന റിവറിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗംഗ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ യമുന ആക്ഷൻ പ്ലാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്ലാന്റെ എയിം എന്താണ്, ഇവിടെയൊക്കെ നമ്മുടെ റിവറിന്റെ ബാങ്കിൽ എന്ത് കൺസ്ട്രക്ട് ചെയ്യുക, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് കൺസ്ട്രക്ട് ചെയ്യും. അതാണ് നമുക്ക് ഈ പ്ലാൻ. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ ഒരു പ്ലാൻ ആണ്. ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ എന്ത് ചെയ്തു, നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് നടത്തി, സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടത്തി, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു, ഫൈനൽ ട്രീറ്റ്മെന്റ് നടത്തി, വാട്ടർ നേരെ എന്ത് ചെയ്യുവാണ്, വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്യും. ഇതാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി അങ്ങ് പറയാം. മൈക്രോബ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഈ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ തന്നെയാണ് ഏത് പറയുന്നത്, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ വീടുകളിലൊക്കെ ചില ആൾക്കാർ, കുട്ടികളുടെയൊക്കെ വീടുകളിലൊക്കെ എന്തെങ്കിലും, പല ആൾക്കാരുടെ വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും. നമ്മളിപ്പോ സോയിൽ ലെവലിൽ നിന്ന് താഴെയായിട്ട് എന്തെങ്കിലും വലിയൊരു കോൺക്രീറ്റ് ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുറച്ച് കൗഡഗും വാട്ടറും കൂടി ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കും. അപ്പൊ അതിൽ നമുക്ക് എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് ലിഡ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഈ കൗഡഗിലുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യുകയാണ്, ഈ വേസ്റ്റിനെ ഫുള്ള് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് മീഥൈൻ ഗ്യാസ് റിലീസ് ചെയ്യും. ഈ മീഥൈൻ ഗ്യാസ് നമ്മൾ വീട്ടിൽ ഗ്യാസ് സ്റ്റൗവായിട്ട് അല്ലെങ്കിൽ സ്റ്റൗവായിട്ട് കണക്ട് ചെയ്ത് വെക്കും. അതിൽ കൂടെ എന്ത് ചെയ്യും, ഗ്യാസ് വരും. ഇത് മീഥൈൻ ഗ്യാസ് വരും, നമുക്കത് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അതാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ്. അപ്പൊ ശരിക്കും നമ്മുടെ വീടുകളിലെ വേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് നമ്മൾ എന്ത് പറയാ, ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയും. അപ്പൊ അത് നമ്മുടെ അനൈറോബിക് ബാക്ടീരിയാസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ടാങ്ക്. കണ്ടോ, സോയിലിന്റെ താഴെ സോയിൽ ലെവലിന് താഴെ, അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുക. ഈ ടാങ്കിന് ഒരു ഇൻലെറ്റ് ഉണ്ട്, ഇതൊരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്. പിന്നെ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും, ഈ ഇൻലെറ്റിൽ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണ്ടേ, കൗഡഗും അതുപോലെ തന്നെ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും.
ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഡംപ് ചെയ്യുക. ഇതെല്ലാം എന്ത് ചെയ്തോളും, ഇവിടെ വന്ന് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ കൗഡഗ്, എന്തിനാ കൗഡഗ് ആഡ് ചെയ്യുന്നത്? ഇതില് നമ്മുടെ ഒരു ബാക്ടീരിയാസ് ഉണ്ട്. ഏത് ബാക്ടീരിയാസ് ആണ്? മെഥനോജൻസ്. മെഥനോജൻസ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? നമ്മുടെ എനൈറോബിക് ബാക്ടീരിയാസ് ആണ്. എനൈറോബിക് ബാക്ടീരിയാസ് ആണ് നമ്മുടെ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞ് നമ്മൾ +1 പഠിച്ചിട്ടുള്ള എനൈറോബിക് ആർക്കി ബാക്ടീരിയസിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ എന്ത്? മെഥനോജൻസ്. എനൈറോബിക് ആർക്കി ബാക്ടീരിയാസ് ആണ്. അത് ഇവരെവിടെ ശരിക്കും കാണുന്നത്? നമ്മുടെ കാറ്റിൽസിന്റെ, റൂമിനേറ്റ് ആനിമൽസിന്റെ അല്ലെങ്കിൽ ഹെർബിവോറസ് ആയിട്ടുള്ള കാറ്റിൽസിന്റെ ഗട്ടില് അല്ലെങ്കിൽ അലിമെന്ററി കനാലിലാണ് വരുന്നത്. അപ്പൊ അവിടെ ഈ മെഥനോജൻസ് എന്താ ചെയ്യുന്നത്? സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. എന്തിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്? സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് ആര്? മെഥനോജൻസ്. എവിടെ? കാറ്റിൽസിന്റെ അലിമെന്ററി കനാലിൽ. പക്ഷെ എന്ത് ചെയ്യും? ഈ മെഥനോജൻസ് എന്ത് ചെയ്യും? അവരുടെ വേസ്റ്റ് മെറ്റീരിയൽസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും? ഈ മെഥനോജൻസും പുറത്തോട്ട് റിലീസ് ചെയ്യും. ഈ മെഥനോജൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൗഡഗ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കൗഡഗും വാട്ടറും കൂടി ആഡ് ചെയ്തു, വേസ്റ്റ് ഇതിലേക്ക് ഡംപ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇതിലുള്ള ഈ കൗഡഗിലുള്ള ഏത് ബാക്ടീരിയാസ് ആണ്? മെഥനോജൻസ്. ഈ മെഥനോജൻസ് എന്ത് ചെയ്യുവാണ്? പതുക്കെ ഈ വേസ്റ്റിനെയൊക്കെ നേരെ ഡികമ്പോസ് ചെയ്യും. ഇവിടെ കണ്ടീഷൻ ഏതാണ്? എനൈറോബിക് കണ്ടീഷൻ ആണ്. ഇവിടെ നിന്ന് എന്ത് റിലീസ് ചെയ്യും? മീഥേൻ ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പൊ ഈ മീഥേൻ ഗ്യാസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിനൊപ്പം ഇവിടെ കണ്ടോ, ഇതൊരു ഫ്ലോട്ടിംഗ് ലിഡ് ആണ്. ഈ ഫ്ലോട്ടിംഗ് ലിഡ് നേരെ മുകളിലേക്ക് പൊന്തുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഈ ഗ്യാസ്, മീഥേൻ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ കുറച്ച് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവും. ഈ 3 ഗ്യാസുകൾ എന്ത് ചെയ്യും? ഈ പൈപ്പ് വഴി നേരെ റിലീസ് ചെയ്യും. ഇത് നമ്മൾ സ്റ്റൗ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ബയോഗ്യാസ് കിട്ടും. ഒപ്പം തന്നെ എന്താണ്? ഈ ബാക്കി വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവില്ല, ഫുള്ളി ഡൈജസ്റ്റഡ് ആയിട്ടുള്ളതെല്ലാം തന്നെ ഒരു ലിക്വിഡ് ഫോമിൽ, നമ്മൾ സ്ലഡ്ജ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് നമ്മൾ സ്ലറി എന്നൊക്കെ പറയും. ഈ സ്ലറി എവിടെ കളക്ട് ചെയ്യുവാണ്? ഈ ഔട്ട്ലെറ്റിൽ കളക്ട് ചെയ്യും. ഇത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു യൂസ് അതാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തൊക്കെ കിട്ടും? മീഥേൻ ഗ്യാസും കിട്ടും, ഒപ്പം തന്നെ എന്താണ്? ഫെർട്ടിലൈസറും കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ വീടുകളിൽ വെക്കുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു റെഡിമെയ്ഡ് ഫോമിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഓൾറെഡി നമ്മുടെ റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് മെഥനോജൻസ്. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഏത് ഗ്രൂപ്പിലാണ്? നമ്മുടെ ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻവിറോൺമെന്റൽ കണ്ടീഷനിൽ കാണുന്ന ബാക്ടീരിയാസ് ആണ് ഇത്. അതാണ് നമ്മൾ മെഥനോജൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ റിലീസ് ചെയ്യുന്ന, ഇപ്പൊ നമ്മുടെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഗ്യാസിന്റെ പ്രസൻസ് വരുന്നതിനും ഇതൊരു ഫ്ലോട്ടിംഗ് ലിഡ് ആണ്. ഈ ഫ്ലോട്ടിംഗ് ലിഡ് പൊന്തും, അതിനനുസരിച്ചിട്ടാണ് ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് റിലീസ് ചെയ്യും. നേരെ എന്ത് ചെയ്യും? അത് നേരെ നമ്മുടെ സ്റ്റൗ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ മൈക്രോബ്സിന്റെ ഏതിൽ യൂസ്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ STPസിലും അവിടെ എന്താ യൂസ് ചെയ്ത്? 2 ടൈപ്പ് മൈക്രോബ്സ് യൂസ് ചെയ്തു, എയ്റോബിക് ആൻഡ് അനൈറോബിക്. എനൈറോബിക്കിലാണ് ഏത് വന്നത്? നമ്മുടെ മെഥനോജൻസ് വരുന്നത്. എയ്റോബിക്കിൽ നമുക്ക് ഏത് കൊടുക്കാം? ഇവിടെ ഫ്ലോക്കിലുള്ള ബാക്ടീരിയാസ് ആണ് എയ്റോബിക്. ഇവരാണ് എന്ത് ചെയ്തത്? ഇവര് എന്ത് ചെയ്തു? നെക്സ്റ്റ് നേരെ അതിനെ ഡികമ്പോസ് ചെയ്തു. ദെൻ മെഥനോജൻസ് എന്ത് ചെയ്തു? അതിൽ നിന്ന് ഈ ഫ്ലോക്കിനെ അല്ലെങ്കിൽ നമ്മൾ ഈ ബാക്ടീരിയാസിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത് എന്ത് റിലീസ് ചെയ്ത്? ഇവിടുന്ന് മീഥേൻ ഗ്യാസ് റിലീസ് ചെയ്തു. അപ്പൊ സാധാരണ കേസിൽ ഫാക്ടറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് എന്ത് വേണമെന്നാ പറയുന്നത്? ബയോഗ്യാസ് പ്ലാന്റ് എസെൻഷ്യൽ ആണ്. അതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ ഫാക്ടറീസിന് അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എന്ത് വേണം? നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് വേണം. അപ്പോൾ ഓൾറെഡി ഈ ബയോഗ്യാസ് പ്ലാന്റ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റുകളിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARIയും അതുപോലെ തന്നെ ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ. ഇവർ രണ്ടാണ്, IARIയും ഇത് ഗാന്ധി ബോർഡാണ്, ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ. ഇവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ സബ്സിഡി ആയിട്ട് ഹാഫ് റേറ്റിലൊക്കെ വീടുകളിൽ ഫ്ലാറ്റുകളിലൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ബയോഗ്യാസ് പ്ലാന്റിനും നമ്മുടെ മൈക്രോബ്സിന്റെ യൂസ്. മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ എന്താണ്? മെഥനോബാക്ടീരിയ. ഇത് തന്നെയാണ് നമ്മുടെ
മെഥനോജൻസ് എന്ന് പറയുന്നത് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ. Okay, so that's all about today's portion. So all of you study very well and thank you very much.